നിസാം സെയ്ദ്, UDF-ന് കോൺഗ്രസിന് ഈ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാനായിട്ടുണ്ടോ എന്നാണ് വെല്ലുവിളി. മറുപടിയുണ്ടോ? അഴിമതി ആരോപണങ്ങൾ തെളിയിക്കുന്നത് കോടതിയിൽ തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇടതുപക്ഷം ഏതെങ്കിലും ഒരു അഴിമതി തെളിയിച്ചതായി എനിക്കും അറിയത്തുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ ഈ സർക്കാരിനും പിണറായി വിജയൻ സർക്കാരിനും 2016 മുതൽ പിൻവലിക്കേണ്ടി വന്ന ഒട്ടേറെ നടപടികളുണ്ട്. നമുക്ക് ബ്രൂവറി അഴിമതിയെക്കുറിച്ചറിയാം. ഈ സർക്കാർ, പിണറായി വിജയൻ്റെ ആദ്യ സർക്കാർ അനധികൃതമായും ബ്രൂവറികൾ അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ തെളിവുകൾ പ്രതിപക്ഷം കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ ആ നടപടി പിൻവലിക്കേണ്ടി വരികയും ചെയ്ത സംഭവം നമുക്കറിയാം. അതുപോലെ തന്നെ സ്പ്രിംഗ്ലർക്ക് കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഡേറ്റ മുഴുവൻ വിൽക്കാനുണ്ടായ നീക്കത്തെ പ്രതിപക്ഷം നടത്തിയ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് ആ നടപടി പിൻവലിക്കേണ്ടി വന്നറിയാം. അതിനെ കോടതി എത്ര ശക്തമായാണ് വിമർശിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബന്ധു നിയമനങ്ങൾ ഈ സർക്കാർ നടത്തിയതിനെയൊക്കെ പിൻവലിപ്പിക്കേണ്ടി വന്നത് EP ജയരാജൻ ബന്ധു നിയമനം നടത്തിയത്, KT ജലീൽ ബന്ധു നിയമനം നടത്തിയത്, അങ്ങനെ ഒട്ടേറെ പേർ ബന്ധു നിയമനം നടത്തിയത് പിൻവലിപ്പിക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലുകളെ കുറിച്ചാണ്. ഈ കാലത്ത് തന്നെ AI ക്യാമറയുടെ പേരിൽ നടത്തിയ വൻ അഴിമതി ഗവൺമെൻറ് ഇപ്പോഴും കോടതിയിൽ നേരിടുകയാണ്. അതുപോലെ തന്നെ K-ഫോണിൻ്റെ അഴിമതിയും ഓരോരോ ഇപ്പോൾ റോഡിൻ്റെ അഴിമതികൾ, എത്രയെത്ര അഴിമതികളാണ് പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നത്. അതൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിലുണ്ട്, ജനങ്ങൾ അതിനോടൊക്കെ പ്രതികരിക്കുന്നുമുണ്ട്. അഴിമതികൾ സർക്കാരില്ല എന്ന് കണ്ണടച്ചതുകൊണ്ട് അഴിമതികൾ ഇല്ലാതാകുന്നില്ല. അഴിമതി ആരോപണങ്ങളുണ്ട്. മാസപ്പടി വിവാദം ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അനധികൃതമായി അവിഹിതമായി മാസം തോറും ഒരു സ്വകാര്യ കമ്പനി, അതായത് സർക്കാരിൻ്റെ കൂടെ പങ്കാളിത്തമുള്ള ഒരു കമ്പനി മാസം തോറും പണം കൊടുത്തുകൊണ്ടേയിരുന്നു എന്നുള്ളത് ഒരു ആരോപണമല്ല, അതൊരു സർക്കാർ, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി കണ്ടുപിടിച്ച ഒരു ഫൈൻഡിംഗ് ആണ്. അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ് കാണുന്നില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. UDF-ൻ്റെ കാലത്തെ ഏത് അഴിമതിയാണ് ഇടതുപക്ഷം തെളിയിച്ചിട്ടുള്ളത്? അതിനേക്കാളൊക്കെ എത്രയോ വ്യക്തമായ തെളിവുകളോടുകൂടി എത്രയോ അഴിമതികൾ ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കാം. ആ അവകാശവാദങ്ങൾക്കൊന്നും സത്യത്തിൻ്റെ പിൻബലമില്ല, അടിസ്ഥാനമില്ല. പക്ഷേ ഇതിനെയൊന്നുമല്ല ഈ സർക്കാരിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ്. ഈ സർക്കാർ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? പറഞ്ഞോളൂ. ഇന്ത്യയിലെ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തകൾ. 6.5% വിലക്കയറ്റമാണ് കേരളത്തിൽ രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം എന്തിനൊക്കെയാണ് വില കൂട്ടിയത്? ഭൂനികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, അങ്ങനെ എല്ലാ പെട്രോളിന് ഇന്ധനവില 2 രൂപ വെച്ച് ഓരോ ലിറ്ററിനും വർദ്ധിപ്പിച്ചു. അത് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് വർദ്ധിപ്പിച്ചത്. എന്നിട്ട് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായ സമയത്ത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു? ഇത്രമാത്രം മോശമായ ഒരു ഫിസ്ക്കൽ മാനേജ്മെൻ്റുള്ള ഒരു മന്ത്രിയും ഒരു മന്ത്രിസഭയും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എത്രയോ വർഷത്തെ DA-യും ശമ്പള കുടിശ്ശികകളും ഈ സർക്കാർ നൽകാനുണ്ട്. അതുപോലെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയില്ലാതെ നൽകാൻ കഴിയുന്നുണ്ടോ? ഇതിനൊക്കെ ഇതിനൊക്കെ ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരുന്നത് 55,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകാനുണ്ട് എന്നുള്ളൊരു വാദം സ്മൃതി ഓർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഈ 55,000 കോടി രൂപയുടെ കാര്യം എവിടെയെങ്കിലും പറഞ്ഞതായി നമുക്കറിയാവോ? ഇതൊന്നുമാണല്ല ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സർക്കാരിന്റെ പ്രവർത്തന രീതി പൂർണ്ണമായും ഒരു ജനാധിപത്യ വിരുദ്ധ, വ്യക്തി കേന്ദ്രീകൃതമായ, ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണരീതിയാണ് ഈ സർക്കാരിനുള്ളത്. ഒരു വ്യക്തിയിലേക്ക് മുഴുവൻ ഭരണ സംവിധാനവും ചുരുങ്ങുന്ന, ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. നമുക്കറിയാം, മുൻപൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ LDF സർക്കാരുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2016 അധികാരത്തിൽ വന്നപ്പോൾ ദേശീയ ദിനപത്രങ്ങളിൽ ആകെ കൊടുത്ത പരസ്യം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. അന്ന് തൊട്ട് ഇന്നേ വരെ പിണറായി
പിണറായി വിജയന്റെ അവദാനങ്ങൾ വാഴ്ത്തുക, പിണറായി വിജയനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാക്കുക, അദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെന്ററികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു പൊതുവായ ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ശരി, അതാണ് താങ്കളുടെ ആരോപണം. ഇതിന്റെ ശ്രീ വി. ഒന്നും പി. അശ്ലീലം മുസ്തഫ, ഞാൻ സമയം ഇടതുപക്ഷത്തിന് പോലും ചുരുങ്ങിയതായതുകൊണ്ട് വി. പി. മനസ്സിലാകുന്നില്ല. മുസ്തഫയിലേക്ക് വീണ്ടും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.